ഇതാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ തത്സമയമായിരുന്നു ഇപ്പോൾ കേട്ടത്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, ഇതിപ്പോൾ പാർട്ടിക്കെതിരെയാണ് മാധ്യമങ്ങളെല്ലാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇത് പതിവുള്ള പല്ലവി തന്നെയാണ്. 2016 മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അതിനു മുൻപ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ആരുടെ പക്ഷത്തായിരുന്നു മാധ്യമങ്ങൾ, അന്ന് ഇടതു വിരുദ്ധരായിരുന്നോ മാധ്യമങ്ങൾ എന്ന് തിരിച്ചു ചോദിക്കുവാനേ തോന്നുന്നുള്ളൂ. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഭരിക്കുന്നവർ ആരാണ്, ഭരിക്കുന്ന പാർട്ടി ആരാണ്, അവർ വിമർശനം നേരിടേണ്ടി വരും. അത് സ്വാഭാവികമായ കാര്യമാണല്ലോ. നമുക്ക് ADGPയുടെ കാര്യത്തിലേക്ക് വരാം. ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിന് നിയമപരമായിട്ട് ഒരു തടസ്സവും സർക്കാരിന് മുന്നിലില്ല. എന്നിട്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഘടകകക്ഷികൾ പോലും ഉന്നയിച്ചിട്ട് മറുപടിയില്ല. ഒരു റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. റിപ്പോർട്ടും മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്, DGPയുടെ. എന്നിട്ടും പോരാ, ഇനിയും പരിശോധന വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി. എന്ത് ചോദിച്ചാലും അതായിരുന്നുവല്ലോ ഇന്നലെ മുഖ്യമന്ത്രി ചെയ്തത്. ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുകയായിരുന്നു, മുമ്പ് ചിരിക്കില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചിരുന്നു മുഖ്യമന്ത്രിയെ, ഇപ്പോൾ ചിരിച്ചപ്പോഴും കുറ്റമായി എന്ന്. ചിരിച്ചപ്പോൾ കുറ്റമായി എന്നുള്ളതല്ല, അതിങ്ങനെ പരിഹാസ്യമായ രീതിയിൽ പറയുന്നത് കൊണ്ടാണ്. എന്ത് തടസ്സമാണ് ADGPയെ മാറ്റുന്നതിൽ സർക്കാരിനുള്ളത്? മുഖ്യമന്ത്രിയുടെ ഒറ്റ പിടിവാശിയല്ലേ അത്? ഈ 2016 മുതൽ മാധ്യമങ്ങൾ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ആക്രമിച്ചു എന്ന് പറഞ്ഞത്, മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് മാധ്യമങ്ങൾ വിൽക്കണം, മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് സബ്ജക്റ്റ് അല്ലേ സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതികരിച്ചത്. അല്ലാതെ ഉമ്മൻചാണ്ടിയുടെ അഴിമതി തുറന്നു കാണിക്കുകയോ, പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി തുറന്നു കാണിക്കുകയോ, കെടുകാര്യസ്ഥത കാണിക്കുകയോ, പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി തുറന്നു കാട്ടിയത് പിന്നെ ആരാണ്? പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി തുറന്നു കാട്ടിയത്? മാധ്യമങ്ങൾ തുടർച്ചയായി വാർത്തകൾ കൊടുത്തത് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. എല്ലാ കാലത്തും, ഈ അടുത്ത കാലത്ത് എല്ലാം താങ്കൾ ശ്രദ്ധിച്ചു നോക്കുക, അതിലെല്ലാം ആരാണോ ഭരിക്കുന്നത് അവർക്കെതിരായിട്ട് നിഷ്പക്ഷ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഡോക്ടർ ബി ജയരാജ്, കഴിഞ്ഞ 8 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്നത് കൊണ്ട് അവർക്കെതിരെയും വാർത്തകൾ വരും. അപ്പോൾ ഉടനെ വന്ന് ഇടതു വിരുദ്ധരാക്കിയിട്ട് കാര്യമില്ല. അല്ല, നമുക്കത് വിടാം. ഞാൻ അക്കാര്യമല്ല ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ ADGPയുടെ വിഷയത്തിൽ അതും പറയാൻ പറ്റില്ലല്ലോ. ഘടകകക്ഷികൾ പോലും CPIയും RJDയും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പറയാം മഞ്ജുഷ്. അതിനു മുമ്പ് നമ്മൾ ഈ മാധ്യമങ്ങളുടെ, യഥാർത്ഥ മാധ്യമങ്ങളുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യൻ ഫാന്റസി നിന്നുകൊണ്ടാണ് ഇപ്പോഴും മഞ്ജുഷ് പറയുന്നത്. പക്ഷേ സമീപകാല യാഥാർത്ഥ്യം അതല്ലെന്ന് ഇവിടുത്തെ നടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ADGPയുടെ വിഷയം DGP ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണ്? തൃശ്ശൂർ ജില്ലയിൽ ഈ പൂരം നടക്കുന്ന സമയത്ത് ADGP അവിടെ ഉണ്ടായിരുന്നു, ADGP ഇടപെട്ടില്ല എന്നുള്ളത് മാത്രം ഒരൊറ്റ സെന്റൻസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇടപെട്ടില്ല, എങ്ങനെ ഇടപെടാൻ കഴിഞ്ഞില്ല, എന്തൊക്കെയാണ് ADGPക്ക് പറ്റിയ വീഴ്ചകളെന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഈ നമ്മുടെ DGP എന്ന് പറയുന്നത് വെറുതെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുന്ന ആളാണ്. പലതരത്തിലുള്ള പരിശോധനകൾ പല ആളുകളുമായിട്ടും കൺസൾട്ട് ചെയ്ത് അവിടെ ADGP MR അജിത് കുമാറിന് എന്ത് സംഭവിച്ചു എന്ന് വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കില്ലേ DGPയെ പോലെയുള്ള ഒരാൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുകയല്ലല്ലോ ഡോക്ടർ ബി ജയരാജ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പോയി കൂടുതൽ പരിശോധിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തള്ളിയത്. അതായത് DGPയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല, മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ളത് ADGP MR അജിത് കുമാറിനെയാണ്. അങ്ങനെയൊന്നും ഭാഷ്യം സൃഷ്ടിക്കല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു കണക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉത്തരം മാത്രം കിട്ടിയാൽ പോരല്ലോ. അത് ഏത് റൂട്ട് വഴിയാണ് വന്നതെന്നും കൂടെ വഴി എഴുതി ചെയ്യണമല്ലോ. വഴി എഴുതി ചെയ്യണമെന്ന് മാത്രമേ മുഖ്യമന്ത്രിയായ ഹെഡ് മാസ്റ്റർ ആവശ്യപ്പെട്ടുള്ളൂ. ആ വന്ന വഴികൾ ഏതൊക്കെയാണ്, ആ റൂട്ട് ഏതാണ്, എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയത്, അത് കൃത്യമായിട്ട് പറയണം എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അല്ലാതെ DGPയുടെ റിപ്പോർട്ടിന് സീരിയസ്നെസ് ഇല്ലയെന്നൊന്നും ഒന്നും വ്യംഗ്യമായിട്ട് എടുക്കേണ്ടെന്ന കാര്യമല്ല. ഇങ്ങനെ തന്നെയാണ് വ്യക്തമായിട്ട് ഇന്ന ഗ്രൗണ്ട്സിലാണ് ഇങ്ങനെ കൺക്ലൂഷനിലെത്തിയത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ നമുക്ക് ഒരാളോട് പറയാൻ പറ്റും. അത് കോടതിയിൽ പോയാലും അതല്ലേ കാണിക്കാൻ പറ്റൂ. അല്ലാതെ ഒറ്റ കൺക്ലൂഷനിൽ ഇങ്ങനെ DGPക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞാൽ എന്തുവരെ കോടതിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായാണ്. അതിനെ
വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ആരും കോടതിയിൽ പോകാൻ പോകുന്നില്ല. എത്രയോ ഉദ്യോഗസ്ഥരെ ഒരു സ്ഥലം മാറ്റുന്നു, അതിനെതിരെയൊക്കെ പദവിയിൽ നിന്ന് മാറ്റുന്നു. ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവർക്ക് കോടതിയിൽ പോകുവാനുള്ള സ്പേസ് കിട്ടുകയാണോ? ഇവിടെ റിപ്പോർട്ടില്ല എന്ന് പറയുമ്പോൾ DGPയുടെ റിപ്പോർട്ട് തന്നെ ഉണ്ട്. ഡോക്ടർ ബി ജയരാജ് പൂരം കലക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചയാൾ എന്ന രീതിയിലാണ് ADGPയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പൂരം കലങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അല്ല കലക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. അത് സംഘപരിവാറിനെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. ADGPക്ക് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. അത് DGP റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. പക്ഷേ ക്രമസമാധാന പാലന ചുമതലയിൽ ഇപ്പോഴും ഇരിക്കുന്നത് ADGP ആയി MR അജിത് കുമാറാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി അല്ലാതെ മറ്റെന്താണ്? ഇതേ ADGP തന്നെയാണല്ലോ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മഞ്ജുഷ്, ഒരു ചൊല്ലുണ്ട്, ആക്ട് ഇൻ എ ഹറി ആൻഡ് റിപ്പൻ ഇൻ ഹേസ്റ്റ് എന്ന് പറയും. നമ്മളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ സെന്റൻസിന്റെ പുറത്ത് ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഇതിൽ വലിയ നടപടിയായിരിക്കും മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. തികച്ചും കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള നടപടി ഇപ്പം തൽക്കാലത്തിന് വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്രമസമാധാന പാലനം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്.